അങ്ങനെ കഴിച്ച് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗിലാണെന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറെ കാലം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് കളിച്ചിട്ട് അപ്പോൾ അപ്ഡേറ്റ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. കുറേ എണ്ണം മറ്റേ പ്ലഗിങ് ആപ്പിലൊക്കെയാണ്, അതൊക്കെ ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ നമ്മൾ പിന്നൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അപ്ഡേറ്റിൽ നമ്മൾ വീടിനും കാറിനൊന്നും ചേഞ്ചിങ് ഇല്ല. ഇതൊക്കെ ചേഞ്ച് ആക്കേണ്ടിയായിരുന്നു. ഈ വീട്ടിൽ നിന്നിട്ട് നേരം മടുപ്പായി ഗൈസ്. അപ്പോൾ ഈ ഹൗസൊക്കെ ഒന്ന് ചേഞ്ച് ആക്കേണ്ടിയായിരുന്നു. രോഹിത് മച്ചാന് വരുന്ന അപ്ഡേറ്റിൽ കൊണ്ടുവരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ കാണിക്കുന്നത് നിങ്ങൾക്കൊരു മറ്റേ ഹോട്ട് ബലൂൺ ഉണ്ടല്ലോ, മറ്റേ എന്താണ് ഇനി പറയാ, പാരച്ചൂട്ടിനെ കണക്കുള്ള വേറൊരു ബലൂണ് എന്തായാലും കാണിച്ചു തരാം. 0.6.0 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ബലൂൺ പോലത്തെ സാധനം വരും. ഹോട്ട് എയർ ബലൂൺ അങ്ങനെ എന്തോ പറയും. അപ്പോൾ ഇതിന്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ആക്കാട്ടാ. നമ്മൾ എന്തായാലും ഇത് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഏത് കളർ ഇടും ഗൈസ്? വൈറ്റ് കുഴപ്പമില്ല, നമുക്ക് വൈറ്റ് ഇടാം, അതാണ് ഇത്തിരി കൂടി നല്ലത്. ഓക്കെ, ഇതെന്താ എന്താ വണ്ടി, ഇതിനെന്താ എഞ്ചിൻ സൗണ്ടൊക്കെ ഏതോ മറ്റേ പ്ലെയിനിന്റെ സൗണ്ടൊക്കെ ഇതിന് വരുന്നത്. എന്ത് രോഹിത് മച്ചാരിക്ക് ഇതിന് ബുദ്ധിയില്ലേ? ഇതിനെക്കാളും പ്ലെയിനിന്റെ സൗണ്ട് വെക്കും. ഇതിന് എഞ്ചിൻ ഉണ്ട് സത്യം പറഞ്ഞാൽ. എന്തായാലും നോക്കട്ടെ. എന്തായാലും ഇതിന്റെ ഫസ്റ്റ് മറ്റേ രണ്ടാമത്തെ ക്യാമറ ആംഗിൾ ഇതാണ്. കുഴപ്പമില്ല അല്ലേ കാണാൻ? എന്തായാലും ഇതിന്റെ എഞ്ചിൻ സൗണ്ട് ഒരുമാതിരി ബോറായിട്ടുണ്ട്. ഇതിന് വേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എന്തായാലും മച്ചാനിക്ക് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയതാവും, നമുക്ക് എന്തായാലും ക്ഷമിക്കാം. നമുക്ക് ഇതിലെന്തായാലും ഇറങ്ങാം, അത് കുഴപ്പമില്ല, സുഖമല്ല. അല്ലാണ്ട് ഓടിക്കാനൊന്നും വല്ല ഇതില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇത് ലാൻഡ് ആക്കിയിട്ട് നമ്മൾ അടുത്ത ചീറ്റ് കോഡ് കാണിച്ചു തരാം. അപ്പൊ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രാഗനാണ്. ഞാൻ കാണിച്ചു തരാം. 0.7.1 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രാഗൺ വരും. ഇതാണ് ഡ്രാഗൺ. അന്നേരം അതിന്റെ പുറത്തൊരു പെണ്ണിരിക്കുന്നത്, ഇതിന്റെ കൂടെ ഫ്രീ ആണോ? നമുക്ക് വേണ്ട. പിന്നെ പുതിയൊരു ഗണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മെഷീൻ ഗണ്ണ് മറ്റേ. ഇതായിട്ട് നമുക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ നോക്കാം. ഇതെന്തൂട്ടാടാ വെടിവെച്ചിട്ട് ചാവാത്ത? രണ്ടെണ്ണം ചാവുന്നില്ല. എന്തായാലും നമുക്ക് വെറുതെ ഗണ്ണിന്റെ ഉണ്ട കളയണ്ടേ. നമുക്ക് എന്തായാലും ഇതിന്റെ മേലെ കയറി നിന്നിട്ട് ഒരു റൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന്റെ മേലെ കയറിയിട്ട് റൈഡ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം. ഓ, നമ്മളെ ഡ്രാഗൺ സീൻ തന്നെയാണ് കേട്ടോ. അതിന്റെ ചിറകടിക്കണം നോക്കുക, അതാണ് ഹൈലൈറ്റ്. ഓക്കെ, നമ്മൾക്ക് എന്തായാലും ഡ്രൈവ് ചെയ്ത് പോവാ. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണുണ്ട് കിട്ടുക. എന്തിനാണ് അതിനെ വെച്ചിരിക്കണതെന്ന് എനിക്കറിയില്ല. പക്ഷെ അനങ്ങണമൊന്നുമില്ല, ചാവുന്നില്ല. എന്താ മറ്റേ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തോന്നുന്നു. എന്തായാലും നമുക്ക് ഡ്രാഗന്റെ മേത്ത് നിന്ന് ഇറങ്ങിയിട്ടേ നമുക്ക് അടുത്ത ചീറ്റ് കോഡ് വെക്കാം. എന്താണിത് ലാൻഡ് ആവാത്ത? ഇന്ന് ലാൻഡ് ആവും ഡ്രാഗനെ. ഓക്കെ, സെറ്റ്. ചെങ്ങായിന്റെ ആക്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഇയാളെ ആക്ടിങ് എന്നാണ് എടുത്തു മാറ്റുന്നത്, അന്നാണ് ഗെയിം റെഡി ആവുക. ഓക്കെ, അപ്പൊ അടുത്ത ചീറ്റ് കോഡ് എന്തായാലും ചോദിച്ചാൽ മറ്റേ UFO ആണ്. ഇത് കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് തോന്നുന്നു. എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അടിച്ചിട്ടുണ്ട് ചീറ്റ് കോഡ്. 0.6.0 ഇത് UFOയുടെ ചീറ്റ് കോഡ്. കുഴപ്പമില്ലല്ലോ, പപ്പടം കണക്കിന് ഇരിക്കുന്നു. കാണാൻ എന്തായാലും ലുക്ക് ഉണ്ട്. ഇതിനുള്ളിൽ മറ്റേ രണ്ടാമത്തെ ക്യാമറ ആംഗിൾ ഇതാണ്. കുഴപ്പമില്ലാതെ എന്താ പ്രിന്റ് അടിച്ച് വെച്ചിരിക്കണ. ഇത്തിരി കൂടി ക്വാളിറ്റി ഒക്കെ കൊണ്ടുവരായിരുന്നു കിട്ടാ. എന്തായാലും കുഴപ്പമില്ല. പിന്നെ പുതിയ ഇത് കഴിഞ്ഞ കുറെ അപ്ഡേറ്റ് മുമ്പ് വന്നിട്ടുള്ള തോന്നുന്നു. നമ്മുടെ ഈ എയർപോർട്ടിൽ കിടക്കണ ഈ പ്ലെയിൻ ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്ത് ഡ്രൈവ് ചെയ്യാം ഗൈസ്. അറിയാത്തവർക്ക് വേണ്ടി പറയണതാണ്. അറിയണവരാന്നിട്ട് ഇനി ഇതൊന്നും പറയണ്ട, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്താണ്. ചീറ്റ് കോഡൊക്കെ ഇങ്ങനെ നോക്കി വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ അതിന്റെ ചീറ്റ് കോഡ് എന്താന്ന് ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഞാൻ റിപ്ലൈ തരാൻ മടിയാണ് ഗൈസ്. ഞാൻ റിപ്ലൈ നോക്കാറില്ല. സെക്കൻഡ് അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾ നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലെയിന്. ഇത് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. കണ്ട ഗൈസ്, ഈ പ്ലെയിനൊക്കെ വർക്കിംഗ് ആണ്. ഞാനിത് ഈ അപ്ഡേറ്റിലാണ് കേട്ടോ കണ്ടത്. ഞാൻ കുറേ കാലം പറഞ്ഞല്ലോ, കുറേ കാലം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് കളിച്ചിട്ട്, അതുകൊണ്ട് ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. എന്തായാലും നമ്മളെ പ്ലെയിൻ ഇവിടെ കിടക്കട്ടെ. എന്തായാലും അടുത്ത ചീറ്റ് കോഡ് കാണിച്ചു തരാം. അടുത്തത് ഒരു ലാൻഡ് ക്രൂസറാണ് ഗൈസ്. നമ്മളെ ടൊയോട്ട ലാൻഡ് ക്രൂസർ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ചീറ്റ് കോഡ് എന്ന് വെച്ചാൽ 1820 നമ്മളെ ലാൻഡ് ക്രൂസറിൻ്റെ ചീറ്റ് കോഡ്. ഇതാണ് ലാൻഡ് ക്രൂസർ. നമുക്ക് എന്തായാലും ഇതിനൊന്ന് ചുറ്റും നടന്ന് നോക്കി നോക്കാം. എന്തുട്ടാണ് ഇത്? കുഴപ്പമില്ല, എന്നാലും ഇവിടെ എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ലാൻഡ് ക്രൂസർ ബാക്കിൽ നിന്ന് കാണുമ്പോൾ കൃത്യം അതേപോലെ തന്നെ ഉണ്ട്. എന്തായാലും ആവട്ടെ, നമ്മളെ മച്ചാന് കൂടുന്നില്ല, അതന്നെ ഭാഗ്യം. നമുക്ക് എന്തായാലും ഇത് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇതിന്റെ കളർ ഒന്ന് മാറ്റണം. ഏത് കളർ ഇടും ഗൈസ്? മച്ചാനക്ക് ഇതിന്റെ കളർ സിസ്റ്റം ഒന്ന് മാറ്റായിരുന്നു കേട്ടാ. ഇത്തിരി കൂടി കളർ കൊണ്ടുവരണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ബ്ലാക്ക് കളറാണ് ഇടുക. ഇത്തിരി മാഫിയ ലുക്ക് അങ്ങ് ഉണ്ടായിക്കോട്ടെ. ഇതാണ് ഗൈസ് നമ്മളെ ലാൻഡ് ക്രൂസർ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഒരു ഇത്. കുഴപ്പമില്ലല്ലേ, ഡ്രൈവിംഗ് ഒക്കെ ഇത്തിരി സീനാണ്. വണ്ടി പിടിച്ചോടത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വണ്ടിയുടെ കൺട്രോൾ ഇങ്ങനെ തന്നെയാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും പിന്നെ ഞങ്ങൾ തമ്മിൽ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടാവും മൾട്ടിപ്ലെയർ ആണ്. സത്യം പറഞ്ഞാൽ മൾട്ടിപ്ലെയർ മോഡൊന്നും ഇതിൽ വന്നിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ളൊരു ഫ്യൂച്ചറാണ്. ഇതൊക്കെ NPCകളൊക്കെ ബൈക്ക് ഓടിച്ച് പോകണം. ഇതൊക്കെ ഈ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് തോന്നുന്നു കേട്ടോ. ഞാൻ ഈ കുറേ നേരം കണ്ട NPC ഇയാളെ ബൈക്ക് നമുക്ക് എടുത്തുകൊണ്ടാകാൻ പറ്റും. നമുക്കൊന്ന് നോക്കി വെക്കാം, ഇറങ്ങിയിട്ടേ നോക്കി വെക്കാം. ചങ്ങായി ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടേ സേഫായിട്ടാണ് പോണത്. അപ്പോൾ ഡ്രൈവിങ് സ്യൂട്ടും കൂടെ ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ഈ ബൈക്ക് എടുക്കാൻ പറ്റുന്നില്ല. ബൈക്ക് എടുക്കാൻ പറ്റുന്നില്ല. ബൈക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല തോന്നുന്നു. എന്തെങ്കിലും ബഗ്ഗാണോ?
നമുക്ക് ഫോൺ എടുക്കാനും പറ്റുന്നില്ല. എന്തൊരു ബഗ്ഗാണ് കഴിച്ചത്. നമുക്ക് എന്തായാലും ആദ്യം മുതലൊന്ന് ഗെയിം കയറി നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ മൾട്ടിപ്ലെയർ പോലത്തെ ഫ്യൂച്ചർ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 സീറ്റർ ബൈക്ക് എടുക്കണം. 1 സീറ്റുള്ള ബൈക്കൊന്നും പറ്റില്ല കേട്ടോ, 2 സീറ്റർ തന്നെ വേണം. ഞാൻ എന്തായാലും ആദ്യം 1 സീറ്റ് ഉള്ള ബൈക്ക് എടുത്തിട്ടുണ്ട്. അയാളെ ഈ ഒരു ട്രിക്ക് വർക്ക് ചെയ്യാൻ പറ്റും നോക്കി, പക്ഷെ വർക്കാവുന്നില്ല. എന്തായാലും ഇവിടെ തന്നെ ഒരു NPC പോകുന്നുണ്ട്, നമുക്ക് അതിനെ തന്നെ വിളിക്കാം. ഇനി വേറെ NPCനെ തപ്പി നടക്കണ്ട. ഓക്കെ, ആ NPCയുടെ അടുത്ത് പോയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഈ ഫോണിൻ്റെ അയക്കണ്ടല്ലോ, അത് ഞെക്കിയാൽ മതി. അപ്പോൾ NPC നമ്മളെ വണ്ടിയുടെ പിന്നിൽ കയറിയിരിക്കും, കണ്ടിരിക്കണണ്ട തവളയുടെ പോലെ. എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് ഓടിച്ച് പോവാം. ഇതെന്തായാലും നമ്മളെ കൂടെ എല്ലായിടത്തും വരും കേസ്, കണ്ടോ വണ്ടിയുടെ ബാക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ അപ്ഡേറ്റിൽ ഇത് കുറേ കാലം മുമ്പുള്ള അപ്ഡേറ്റിൽ വന്നിട്ടുള്ളതാണ്. സീബ്ര ക്രോസിംഗ് ഒക്കെ ഉണ്ട് NPCകൾ, കണ്ട സീബ്ര ക്രോസ് ഒക്കെ ചെയ്ത് പോണ്. വണ്ടികൾ അതേപോലെ നിർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു ട്രിക്ക് കാറിൽ ചെയ്യാൻ പറ്റുമോ നോക്കിയേക്കാം. ഈ ഒരു മറ്റേ എൻഡോവർ ഉണ്ട് ഫോർഡ്, നമുക്ക് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇത് വർക്കാവുമെന്ന് അറിയില്ല, ഞാൻ കാറിൽ ഇതായിട്ട് ചെയ്യണത് ആരും കണ്ടിട്ടില്ല, ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് നോക്കി വെക്കാം. എന്തായാലും അടുത്ത് പോയിട്ട് ഈ ഫോണിൻ്റെ അയക്കണമെന്ന് പിടിച്ച് ഞെക്കി വെക്കാം. എടാ വർക്കാവുന്നില്ല. കാറിൽ എന്തായാലും ആ ഫ്യൂച്ചർ വർക്കാവുന്നില്ല. നമുക്ക് എന്തായാലും അടുത്ത NPCനെ പോയി നോക്കി വെക്കാം. ബഗ്ഗാണെന്നുണ്ടെങ്കിലോ നോക്കി വെക്കാം. ഇതും വർക്കാവുന്നില്ല കേസ്. ഇതെന്തായാലും ബൈക്കിൽ മാത്രമേ വർക്കാവുള്ളൂ തോന്നുന്നു, കാറിലും കൂടി വേണ്ടി വരുന്നില്ലേ, അതാണ് നല്ലത്. അപ്പോൾ അതാണ് കേസ് നമ്മൾ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്ക്, എന്നാൽ ലൈക്കും കൂടി അടിക്കുക കിട്ടുക, എന്നാലേ അടുത്തുള്ള ആൾക്കാർക്ക് വീഡിയോയുടെ റെക്കമെൻഡേഷൻ പോവുള്ളൂ. കമൻറ്റൊക്കെ എന്തെങ്കിലും ഇട്ട് പവറാക്ക് കേസ്. ചീറ്റ് കോഡ് ഇനി നിങ്ങൾ ഇതിൽ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയും, ചീറ്റ് കോഡൊക്കെ ട്രൈ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. നമുക്ക് ഈ വെക്കേഷൻ കഴിഞ്ഞാൽ 100 അടിക്കണമെന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്ക്. നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ. എല്ലാവരും വാങ്ങിച്ച് പവറാക്ക്. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, വേണ്ടിയവർക്ക് സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റയിലും ഫോളോ ചെയ്യട്ടെ. എല്ലാവരും ചെയ്തേക്ക്. അപ്പോൾ അതിന് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ഗൈസ്.